ഒരമ്മ മെസ്സേജ് അയച്ചിരിക്കുന്നതാണ് നമുക്ക്. മോന് 11 വയസ്സുണ്ട്, ഇപ്പം മോന് 10 വയസ്സായി. അപ്പൊ പള്ളിയിൽ ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോ പള്ളിയിൽ കൊണ്ടാക്കി 1 ഇയർ ആയി പള്ളിയിൽ കൊണ്ടാക്കിയിട്ട്. അപ്പൊ വന്നപ്പോഴത്തേക്ക് പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് വേറൊരാളായിട്ടാണ് എന്നെ ആർക്കും വേണ്ട എന്നൊക്കെയാണ് പ്രശ്നം പറയുന്നത്. ഈ ബിഹേവിയേഴ്സ് ഒക്കെ ലേൺഡ് ആണ്. അതായത് ഇവൻ ജനിക്കുമ്പോഴേ ഇങ്ങനെയല്ല, ഇവൻ ഇങ്ങനെയായി. നമ്മൾ പറയില്ല കള്ളൻ ജനിക്കുന്നില്ല, കള്ളൻ പിന്നെ ഉണ്ടാവുന്നതാണ്, അപ്പൊ കള്ളനായി വരുന്നതാണ്. അതേപോലെ ഈ കുട്ടി ഇങ്ങനെ ദേഷ്യം കാണിക്കാൻ എവിടുന്നോ പഠിച്ചു, ഏതോ ഒരു സാഹചര്യത്തിൽ ഏതോ ഒരു ഇവന്റിൽ ഇൻസിഡന്റ് ഉണ്ടായപ്പം ഇങ്ങനെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് എന്ന്. ഇപ്പൊ ചില ആൾക്കാർ പറയും ദേഷ്യപ്പെട്ടാൽ മാത്രമേ പണി നടക്കുന്നുള്ളൂ എന്നൊക്കെ പറയും. ഇപ്പൊ ബിസിനസ്സിലൊക്കെ പല ആൾക്കാരും പറയും സബോർഡിനേറ്റ്സിന്റെ അടുത്ത് 4 ചീത്ത പറഞ്ഞാൽ മാത്രമേ കാര്യം നടക്കുന്നുള്ളൂ, അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ അവരോടൊക്കെ പറയാന്ന് വെച്ചാൽ നിങ്ങൾ ചീത്ത പറയുന്നത് പോലെ പറഞ്ഞു, നിങ്ങൾ ശരിക്കും ചൂടാവണ്ട, ചൂടായ പോലെ അഭിനയിച്ച, നമ്മൾ ഇമോഷണൽ ആവരുത്. അങ്ങനെ നടക്കുന്നുള്ളൂ എങ്കിൽ 4 ചീത്ത നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വിളിക്ക് 4 ചീത്ത പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം. അതല്ലാതെ നമുക്ക് ശരിക്കും ദേഷ്യം വരാൻ പാടില്ല. അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഈ ഒരു കേസിൽ ഇപ്പൊ എല്ലാരും പൊതുവെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കിയതിനു ശേഷം സ്വഭാവം മാറിപ്പോയി, ഹോസ്റ്റലിൽ കൊണ്ടുപോയതിനു ശേഷം ആക്കിയതിനു ശേഷം ചീത്ത കൂട്ടുകെട്ടുകളായി, അങ്ങനെയായി ഇങ്ങനെയായി, അങ്ങനത്തെ ഒരു ചാൻസ് ഇതിൽ കാണുന്നുണ്ടോ? അല്ല, അത് ഒരു എല്ലാ സ്ഥലത്തിലും നമ്മൾ കൂട്ടുകെട്ടിനനുസരിച്ച് നമ്മൾ മാറ്റം വരും. നമ്മൾ പറയില്ലേ ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ആല ചാരിയ ആല മണക്കും എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള 2-3 സുഹൃത്തുക്കളെ അന്വേഷിച്ചാൽ മതി എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ തരത്തിലും ഒരാളെ പറ്റി അന്വേഷിക്കുമ്പോഴും കല്യാണം ആലോചിക്കാൻ വേണ്ടി ഒരു അന്വേഷണം നടത്തുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു മെയിൻ കാര്യമാണ് അയാളുടെ കൂട്ടുകെട്ട് ആരാ, ദിവസം കാണുന്ന ചങ്ങാതിമാരാരാണ്, അവരുടെയൊക്കെ മൈൻഡ് എന്താണ് എന്നൊക്കെ അന്വേഷിക്കുന്നത്. അപ്പൊ അതിലൊരു പങ്കൊക്കെ ഉണ്ട്. കുട്ടികൾ കണ്ടുപഠിക്കും. ഇതൊക്കെ ഒബ്സർവേഷൻ ലേണിംഗ്. നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് പഠിക്കാം. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ചിലപ്പം അവനതൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. കുറേ ആളുകളെ കാണുന്നു, അവരോട് സംസാരിക്കുമ്പോൾ അവൻ്റെ ഒരു വ്യക്തിത്വത്തിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരാം, അല്ലെങ്കിൽ അവൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വരാം. അവൻ അതുവരെ ചിലപ്പം പരിചയമില്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ ആയിരിക്കും അവൻ ലേൺ ചെയ്തെടുക്കുന്നത്. അപ്പം അതും ഈ പറഞ്ഞ പോലെ ഒരു ഡെവലപ്മെൻ്റ് ആണ് ഒരാളുടെ സ്വഭാവത്തിൽ, അയാളുടെ വളർച്ചയിലൊക്കെ. അപ്പം പുതിയ ആളുകളെ നമുക്ക് കിട്ടും തോറും, അല്ലെങ്കിൽ പുതിയ ആളുകളുമായിട്ട് നമ്മൾ പരിചയപ്പെടും തോറും നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് വരുവാണ് ചെയ്യാറ്. ഒരു മനുഷ്യൻ ദുഷ്ടനാന്ന് പറഞ്ഞാല് ഞാനൊക്കെ ചോദിക്കുന്ന ഒരു കാര്യ, ഈ ദുഷ്ടന്മാര് മാറൂലേ? ആൾക്കാർ മാറൂലേ? ആൾക്കാർക്ക് മാറ്റം വരൂല്ലേ? ആൾക്കാർ നല്ലവനും ആവാം ചീത്തവനും ആവാം. ഒരാള് നെഗറ്റീവായി എന്തെങ്കിലും സാധനം ചെയ്താൽ അവനിപ്പോ നന്നായി എന്ന് പറഞ്ഞാൽ നന്നാവാം, അയാളിൽ മാറ്റം വരാം. അപ്പൊ മാറ്റങ്ങൾ വരാം.